നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പെയിന്റിംഗ് ഏതാണെന്ന ചോദ്യത്തിന് എല്ലാവരും നിസ്സംശയം പറയുന്ന ഉത്തരം ലിയോനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്നായിരിക്കും. 1503 മുതൽ 1506 വരെയുള്ള കാലഘട്ടത്തിലാണ് ഡാവിഞ്ചി ഈ ചിത്രം വരച്ചു തീർക്കുന്നത്. 1519 അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും ഈ ചിത്രത്തിൽ അദ്ദേഹം മിനുക്കുപണികൾ നടത്തിയതായി പറയപ്പെടുന്നു. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ആ ചിത്രം ആദ്യകാലത്ത് അത്രയൊന്നും പ്രശസ്തമായിരുന്നില്ല. എന്നാൽ 1911 നടന്ന ഒരു മോഷണമാണ് ആ ചിത്രത്തെ ലോകപ്രശസ്തമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. വിൻസെന്റോ പെരൂസിയ എന്നു പേരുള്ള ഒരാൾ മ്യൂസിയത്തിലേക്ക് കടന്നു വരികയും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ ചിത്രം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഏകദേശം 28 മണിക്കൂറുകൾക്ക് ശേഷമാണ് ചിത്രം നഷ്ടപ്പെട്ട വിവരം മ്യൂസിയം അധികാരികൾ പോലും അറിയുന്നത്. ഏകദേശം 2 വർഷത്തോളം ആ ചിത്രം വിൻസെന്റോ പെരൂസിയയുടെ അപ്പാർട്ട്മെന്റിലെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച ഒരു പെട്ടിയിൽ വിശ്രമിച്ചു. ചിത്രം നഷ്ടപ്പെട്ടതോടുകൂടി അത് കണ്ടെടുക്കുന്നതിന് വേണ്ടി പോലീസും ഗവൺമെന്റും പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി. ചിത്രം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യവും പോലീസും ഗവൺമെന്റും അത് കണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തിയ അന്വേഷണങ്ങളുമെല്ലാം മാധ്യമങ്ങളിൽ നിറഞ്ഞതോടുകൂടി ആ ചിത്രം വളരെ വലിയൊരു ചർച്ചാ വിഷയമായി. അങ്ങനെയാണ് മൊണാലിസ എന്ന ചിത്രം ലോകപ്രശസ്തമായി തീരുന്നത്. ഏകദേശം 2 വർഷത്തിന് ശേഷം വിൻസെന്റോ പെരൂസിയോ ആ ചിത്രം വിൽക്കാനായി ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം പോലീസിനാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അങ്ങനെ ആ ചിത്രം വീണ്ടും ലൂവർ മ്യൂസിയത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് നടന്ന ആ മോഷണമാണ് ആ ചിത്രത്തെ ലോകപ്രശസ്തമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യമാണ്. നന്ദി.